വാർത്തയുടെ മേഡ് ഇൻ ഇന്ത്യയിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് കുറുക്കൻ പാറയിലാണ്. ഇത് കുന്നംകുളത്തിനടുത്തുള്ള ഒരു പ്രദേശമാണ്. ഇതുപോലെ കരിങ്കല്ല് കൊണ്ട് വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ധാരാളം യൂണിറ്റുകളുള്ള ഒരു ഇടമാണിത്. നമ്മൾ ഈ ഒരു റോഡിലൂടെ പോകുമ്പോൾ തന്നെ ഒരു സ്ഥലത്ത് നിറയെ ഇതുപോലെയുള്ള യൂണിറ്റുകൾ നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ അമ്പലങ്ങളിലേക്ക് വേണ്ട വിളക്കുകളാണ്, കൽവിളക്കുകൾ. ഇതുപോലെ അമ്മി, ഒപ്പം ഇടികല്ല്, ആട്ടുകല്ല്, അങ്ങനെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഇവിടെ നിർമ്മിക്കുന്നുണ്ട്. അത്തരം നിർമ്മാണ കാഴ്ചകളിലേക്കാണ് നിങ്ങളെ ഇന്ന് ഞങ്ങൾ കൊണ്ടുപോകുന്നത്. എപ്പോഴും മെഷീൻ കൊണ്ട് തന്നെ ഇത് ചെത്തിയെടുക്കാൻ പറ്റില്ല. ഇതുപോലെയുള്ള കണ്ടോ വിഗ്രഹങ്ങൾ, രൂപങ്ങൾ, ഗണപതി അല്ലെങ്കിൽ നമ്മുടെ ശിവൻ, ഇതൊക്കെ മാനുവലി ഇവർ ഉളി കൊണ്ട് തന്നെയാണ് ഇപ്പോഴും വെട്ടി ചെത്തി ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് അത്തരം ഒരു കാഴ്ച കാണാം. ഇവിടെ ഒരു ചേട്ടൻ ആ രീതിയിൽ ഇങ്ങനെ കല്ലിൽ ഉളി കൊണ്ട് അല്ലെ ഇങ്ങനെ കൊത്തിയെടുക്കുക. ചേട്ടൻ എന്താ ഉണ്ടാക്കുന്നത്? കണ്ണാടി ബിംബം. കണ്ണാടി ബിംബം. ഇത് അമ്പലത്തിലേക്ക് ആവും അല്ലെ? ഇത് ഫുൾ ഇങ്ങനെ കൈ കൊണ്ട് തന്നെ ചെത്തിയെടുക്കണം അല്ലെ? ഫുള്ള് കൈകൊണ്ട് ഒരു വിധൊക്കെ, പിന്നെ മെഷീൻ കട്ടറിൽ കട്ട് ചെയ്യും. എന്നാലും കൂടുതൽ നമ്മൾ ഇങ്ങനെ ഉള്ളി വെച്ച് ചെയ്യേണ്ടി വരും അല്ലേ? ഇത് എത്ര ദിവസം എടുക്കും ഇത് കംപ്ലീറ്റ് ആവാൻ? 2 ദിവസം. 2 ദിവസത്തെ പണിയുണ്ട്. ഇവിടെ അധികം ഇങ്ങനത്തെ കുറെ രൂപങ്ങളാണോ ഉണ്ടാക്കുക? ഇവിടെ രൂപങ്ങളുടെ പണി, വിളക്ക്, അങ്ങനെയുള്ള പണികൾ കൂടുതൽ. അപ്പൊ അങ്ങനെ കൂടുതൽ ഇപ്പൊ ഇവർക്ക് വരുന്നത് ഈ അമ്പലങ്ങളിൽ നിന്നൊക്കെയുള്ള ഓർഡറാണ്. കൂടാതെ ഇതുപോലെ ആളുകൾ നേരിട്ട് ഇവിടെ വന്നിട്ട് അമ്മി അല്ലെങ്കിൽ അരകല്ല് അങ്ങനെ സംഭവങ്ങളൊക്കെ വാങ്ങി പോകുന്നതുമുണ്ട്. പാറയിലെ കരിങ്കല്ല് കൊണ്ട് ഉള്ള നിർമ്മാണ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ശ്രീനിവാസൻ ചേട്ടനാണ് അല്ലെ? ചേട്ടാ നമസ്കാരം. ഇന്ത്യൻ വാർത്തയുടെ മേഡ് ഇൻ ഇന്ത്യയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. എല്ലാവരും ഇവിടെ ഓരോ യൂണിറ്റുകളായിട്ട് ഇരുന്ന് വർക്ക് ചെയ്യുന്നു. എത്ര യൂണിറ്റ് ഉണ്ട് ഇവിടെ? ഇവിടെ ഒരു 40 യൂണിറ്റ് ഉണ്ടാവും. 40 യൂണിറ്റ്. ഓക്കെ. എത്ര വർഷമായി ഇവിടെ ചേട്ടൻ? ഇവിടെ പൂർവികമായിട്ട് ഇപ്പൊ ഞങ്ങളുടെ അച്ഛനായിട്ട് ഈ തൊഴിലാണ്. ഞങ്ങളുടെ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 10-70 വയസ്സ് വരയ്ക്ക് എൻ്റെ അച്ഛൻ ഈ ജോലി, ഒരു 10-15 വയസ്സ് തൊട്ട് തന്നെ അവർ ഈ പണി തുടങ്ങിയിട്ടുണ്ടാവും. ഒരു 10-70 വയസ്സ് 75 വയസ്സ് വരയ്ക്ക് ഈ കരിങ്കല്ല് പണിയാണ്. എന്തൊക്കെ ഉണ്ടാക്കുക ഇവിടെ? കരിങ്കല്ല് കൊണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ടാക്കും. അതായത് വിഗ്രഹം തൊട്ട് എന്ത് സാധനം. ഇപ്പൊ നിങ്ങള് ഒരു ഫോട്ടോ എടുത്ത് കൊണ്ടുവന്നിട്ട് ആ സാധനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞാല് അതേപോലെ സാധനങ്ങൾ ഇവിടെ ഉണ്ടാക്കും. എല്ലാവരും ഉണ്ടാക്കില്ല, ചില ആളുകൾ അത് ഉണ്ടാക്കും. വിഗ്രഹങ്ങൾ എല്ലാവരും പണിയില്ല. പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത് ഇതുപോലുള്ള അമ്പലത്തിലേക്കുള്ള വിളക്കുകളൊക്കെയാണ് എല്ലാ ഷോപ്സിലും മെയിൻ ആയിട്ടുള്ളത്. പിന്നെ ഈ സോപാനം, കട്ട്ള, വിഗ്രഹങ്ങൾ ഉണ്ടാക്കില്ലേ? വിഗ്രഹങ്ങൾ സാധാരണ ഇങ്ങനെ പണിത് വെക്കില്ല. സാധാരണ അത് ഓർഡറിനനുസരിച്ചാണ് ഈ സാധനങ്ങൾ പണിയുക. കാരണം ചില ഓർഡറിനനുസരിച്ച് അതിന്റെ അളവുണ്ടാവേ. ഇത് തുളസിത്തറ, ഇത് ഫുള്ളായിട്ട് ഇങ്ങോട്ട് തുളയാണ്. ഇത് 3 പീസാണ് കേട്ടാ. ഇതൊരു പീസ്, ഇതൊരു പീസ്, നടുക്കലത്തെ ഒരു പീസ്, അടിയിലത്തെ ഒരു പീസ്, അങ്ങനെ 4 പീസ്. അത് നമ്മളിന്ന് പരിചയപ്പെട്ടത് കുന്നംകുളത്തിനടുത്ത് കുറുക്കൻ പാറയിൽ സ്ഥിതി ചെയ്യുന്ന കരിങ്കല്ല് കൊണ്ടുള്ള വിവിധ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന കേന്ദ്രങ്ങളാണ്. ഇവിടെ 40ഓളം യൂണിറ്റുകളാണ് ഈ രീതിയിൽ പ്രവർത്തിക്കുന്നത്. 150 വർഷത്തോളമായി പരമ്പരാഗതമായി ഇവർ ഈ പ്രദേശത്ത് ഈ രീതിയിൽ കരിങ്കല്ല് കൊണ്ട് വിവിധ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചു വരികയാണ്.
കേരളത്തിൽ നിന്ന് അങ്ങോളം ഇങ്ങോളം നിരവധി ആളുകളാണ് ഇവിടെ നേരിട്ട് വന്ന് ഇതൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നത്. ശരിക്കും കുറുക്കൻപാറ എന്ന ഈ ഒരു പ്രദേശത്തിന്റെ സവിശേഷത തന്നെയാകാം ഈ രീതിയിൽ കരിങ്കല്ല് കൊണ്ടുള്ള വിവിധ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ഇത്രയധികം യൂണിറ്റുകൾ ഇവിടെ ആരംഭിക്കാനുള്ള ഒരു കാരണവും. ഇവിടെ ധാരാളം ക്വാറികളും പ്രവർത്തിക്കുന്നുണ്ട്. എന്തായാലും ഇതുപോലെ വ്യത്യസ്തമായ മറ്റൊരു നിർമ്മാണ കാഴ്ചയുമായി വീണ്ടും കാണാം. നമസ്കാരം.